ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ HCF എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം SSC RRB എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ LCMൻ്റെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു. അപ്പോൾ ഈ ക്ലാസ്സിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ HCF കൂടി പഠിച്ചാൽ അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഒന്നിച്ച് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്താണെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് LCMും HCFുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ഫാക്ട്സും കൂടിയാണ് ഇന്ന് പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. മോഡൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ LCMും HCFും ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ ചെയ്യാം. കാരണം രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വരുന്നതാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞു പോയതിൽ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ HCF എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മലയാളത്തിൽ ഉസാഗ എന്നാണ് പറയുക. ഉസാഗ ഉത്തമ സാധാരണ ഘടകം എന്നാണ് പറയുന്നത്. HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഉത്തമ സാധാരണ ഘടകം. അതല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന മറ്റൊരു പേരാണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവിസർ. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവിസർ അല്ലെങ്കിൽ GCD. ഇത് മുൻപ് ഉപയോഗിച്ചിരുന്ന വേർഡാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസിൽ വരികയാണെങ്കിൽ മനസ്സിലാകാൻ വേണ്ടി അത് ഓർമ്മിച്ച് വെക്കുക. GCD ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവിസർ എന്നും എന്തിന് പറയാറുണ്ട്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ HCFന് പറയാറുണ്ട്. അപ്പോൾ HCF എന്ന് പറയുന്നത് എന്താണ്? ആ പേരിൽ പറയുന്നത് പോലെ തന്നെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. തന്നിരിക്കുന്ന സംഖ്യകളുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആ തന്നിരിക്കുന്ന സംഖ്യകളുടെ എല്ലാത്തിൻ്റെയും ഹയസ്റ്റ് ആയിട്ടുള്ള കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുക. HCF of two or more number is the greatest number that divides each of them exactly. തന്നിരിക്കുന്ന നമ്പറിനെ എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് നമ്പർ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 10, 20, 40 ഇതിൻ്റെ HCF കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ HCF എങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യം പറയാം. അതിനുശേഷം അതിൻ്റെ മറ്റ് സാധ്യതകൾ പറയാം. അപ്പം 10, 20, 40 ഇതിൻ്റെ HCF കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിത് എഴുതും. നമ്മൾ LCM കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിവിഷൻ ചെയ്തിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം അതേ രീതിയിലാണ് ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിന് കോമൺ ഫാക്ടർ ആയിട്ടുള്ള അപ്പോൾ നമുക്ക് HCF കണ്ടുപിടിക്കാൻ ഈ രീതിയിൽ കണ്ടുപിടിക്കണമെങ്കിൽ കോമൺ ഫാക്ടർ വേണം. കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ വേണം. അപ്പോൾ ഇതിന് 3നെ നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10 ഇവിടെ എഴുതാം. 10 1s are 10, 10 2s are 20, 10 4s are 40. അപ്പോൾ നമ്മൾ LCMൽ പഠിച്ചത് തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏതെങ്കിലും രണ്ടോ അതിൽ കൂടുതലോ സംഖ്യകൾക്ക് കോമൺ ഫാക്ടർ വന്നാൽ നമുക്ക് ഡിവൈഡ് ചെയ്യാമെന്നാണ്. എന്നാൽ HCFൻ്റെ കേസിൽ തന്നിരിക്കുന്ന സംഖ്യകളെ എല്ലാത്തിനും കൂടി ഒരു കോമൺ ഫാക്ടർ വരണം. അങ്ങനെ വന്നാലേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്തതിന് ശേഷം കിട്ടുന്നത് 1, 2, 4. ഇതിന് 3നും കോമൺ ആയിട്ട് ഫാക്ടർ ഇല്ല. 1 മാത്രമേ ഉള്ളൂ. 1 ഫാക്ടറായിട്ട് കാര്യമില്ല. 1 അല്ലാതെ മറ്റൊരു ഫാക്ടർ വേണം. 2നും 4നും ഫാക്ടർ ഉണ്ട്, പക്ഷേ 1ന് ഇല്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യില്ല. LCM ആണ് കണ്ടുപിടിക്കാൻ തന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2ൻ്റെയും 4ൻ്റെയും ഫാക്ടറായിട്ടുള്ള 2 കൊണ്ട് ഒന്നുകൂടി ഡിവൈഡ് ചെയ്തിട്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അതായത് കോമൺ ഫാക്ടർ 1 വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ ഡിവൈഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം ഈ ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്ന സംഖ്യ ആയിരിക്കും എന്ത് വരുന്നത്? നമ്മുടെ HCF അല്ലെങ്കിൽ ഉസാഗ വരുന്നത്. അപ്പോൾ ഇവിടെ 10ൻ്റെയും 20യുടെയും 40യുടെയും ഉസാഗ എന്ന് പറയുന്നത് 10 ആയിരിക്കും. അപ്പോൾ സപ്പോസ് ഇപ്പം ഒറ്റ സ്റ്റെപ്പിൽ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു സ്റ്റെപ്പ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ വേറെ സംഖ്യയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ ഒരു സ്റ്റെപ്പ് വരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ 10 to ഇവിടെ വേറെ എന്തെങ്കിലും വന്നു. ഇതിൻ്റെതല്ല, മറ്റൊരു എക്സാമ്പിൾ ഇത് പറയുന്നതാണ് സാധ്യത. അപ്പം ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ആദ്യത്തത് മാത്രമല്ല നമുക്ക് വരുന്നത് ആൻസറിൽ വരുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്ത് എത്ര സംഖ്യകൾ വരുന്നു അതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും HCF വരിക. ഈ ലാസ്റ്റ് അവസാനം ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആ സംഖ്യ ഒഴിവാക്കിയിട്ട് ബാക്കി ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഡിവിസേഴ്സ് എല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും എന്ത് വരുന്നത്? HCF ആയിട്ട് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ 10 മാത്രം, അതായത് ഒരു സ്റ്റെപ്പ് മാത്രം ആയതുകൊണ്ട് 10 ആൻസർ വരും. ഇപ്പോൾ വേറൊരു ക്വസ്റ്റ്യനിൽ 10ഉം 2ഉം 3ഉം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്ത് വരും? 10 × 2 × 3 ആണ് എന്ത് വരിക? HCF വരിക. ഓക്കെ. അപ്പോൾ ഇവിടെ LCMൽ നിന്നുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം. ഇപ്പം 10ൻ്റെയും 20യുടെയും 40യുടെയും LCM ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആദ്യം 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 1s are 10,
10 2s are 20, 10 4s are 40. പിന്നെ എന്ത് ചെയ്യും? വണ്ണിനൊന്നും ചെയ്യില്ല. 2നും 4നും കോമൺ ആയിട്ട് എന്തുണ്ട്? 1ഉം 2ഉം 4ഉം കിട്ടിക്കഴിഞ്ഞാൽ 2നും 4നും കോമൺ ആയിട്ടുള്ള ഫാക്ടർ 2 ഉണ്ട്. അപ്പോൾ ഈ 1നെ അവിടെ തന്നെ വെക്കും. അപ്പോൾ 2 ഇവിടെ എഴുതും. 2 കൊണ്ട് 1നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 1 അതുപോലെ എഴുതും. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1. 2 1s are 2, 2 2s are 4. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം ഇതിനെ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യുന്നത്. ഇതിനെയെല്ലാം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും എന്ത് വരുന്നത്? ഇതിൻ്റെ LCM വരുന്നത്. ഇവിടെയാണെങ്കിൽ 10 2s are 20, 20 into 2 40 ആണ് ഇവിടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ വരിക. അപ്പോൾ LCM 40 ആണ് ഇതിൻ്റെത്. HCF ആണ് എന്ത് വരിക? 10 വരുന്നത്. അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ വേറൊരു പോയിന്റ് പറയാനുള്ളത്, അപ്പോൾ ഇവിടെ എക്സാമ്പിൾ 10 20 40 ആണ്. അപ്പം ചില കേസിൽ വരാനുള്ളൊരു സാധ്യതയാണ് പറയുന്നത്. തന്നിരിക്കുന്ന സംഖ്യകളുടെ HCF കണ്ടുപിടിക്കാൻ തന്നാൽ അതിൽ ഏറ്റവും മിനിമം സംഖ്യ ഏതാണോ അത് അതിൻ്റെ HCF ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ 10 ആണെങ്കിൽ 10 ആണ് നമുക്ക് HCF ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയത്. അപ്പോൾ 10 വരാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് മറ്റേ രണ്ട് സംഖ്യകളുടെയും ഫാക്ടർ ആണെങ്കിൽ, മറ്റേത് രണ്ടിൻ്റെയും ഫാക്ടർ ആണെങ്കിൽ എന്ത് വരും? ആ സംഖ്യ തന്നെയായിരിക്കും നമുക്ക് HCF വരിക. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട വരില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നില്ല എന്ന് വിചാരിച്ചു. 10 20 40 എന്ന് പറഞ്ഞാൽ നമുക്ക് HCF കാണാനുള്ള ക്വസ്റ്റ്യൻ തന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ സംഖ്യ 10 എടുത്തു. 10ൻ്റെ മൾട്ടിപ്പിൾസ് ആണോ ബാക്കി രണ്ടും നോക്കുക. അതായത് ബാക്കി രണ്ട് സംഖ്യകളുടെയും ഫാക്ടർ ആണോ 10 നോക്കുക. 10 2s are 20. അപ്പോൾ 20യുടെ ഫാക്ടറാണ് 10. 4s are 40. 40യുടെയും ഫാക്ടറാണ്. അപ്പോൾ HCF എന്താണ്? 10. അപ്പോൾ ചില കേസുകളിൽ അങ്ങനെയും വരാം. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്തിന് നമ്മൾ എന്ത് ചെയ്യുക? അത് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രമേ ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. അടുത്തത് മറ്റൊരു പോയിന്റ് ആണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട. പ്രൊഡക്റ്റ് ഓഫ് 2 numbers is equal to HCF into LCM of 2 numbers. അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആ രണ്ട് നമ്പേഴ്സിൻ്റെയും HCFൻ്റെയും LCMൻ്റെയും പ്രൊഡക്റ്റാണ് എന്നാണ്. അതായത് ഇപ്പോൾ A ഒരു നമ്പർ, B ഒരു നമ്പർ. അപ്പോൾ എയുടെയും ബിയുടെയും HCFൻ്റെയും LCMൻ്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും എന്ത് വരുന്നത്? എയുടെയും ബിയുടെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. രണ്ട് സംഖ്യകളുടെ പ്രൊഡക്റ്റ്, രണ്ട് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് അതിൻ്റെ HCFൻ്റെയും LCMൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ്റെ റിസൾട്ട് തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്. അത് തെളിയിക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. 10ഉം 15ഉം. അപ്പോൾ 10 into 15 എത്രയാണ്? എയും ബിയും എന്ന് പറയുന്നത് 10ഉം 15ഉം ആണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 10 15s are 150 ആണ്. അപ്പം എയും ബിയും 10ഉം 15ഉം ആണെങ്കിൽ അതിൻ്റെ A into B പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ് 2 number ഈസ് 150. 10 into 15 150. ഇനി നമുക്ക് എന്താ വേണ്ടത്? HCF, അതിൻ്റെ HCFൻ്റെ LCMൻ്റെയും മൾട്ടിപ്പിൾ ആണ് ഈ 150 എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 10ൻ്റെയും 15ൻ്റെ HCFും LCMും കണ്ടുപിടിക്കണം. 10ൻ്റെയും 15ൻ്റെയും LCM എങ്ങനെ കണ്ടുപിടിക്കുക? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. ലാർജസ്റ്റ് വാല്യൂ ഇതിൽ 15 ആണ്. അപ്പോൾ 15 10ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഡിവിഷൻ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനെ രണ്ടിനെയും കോമൺ ആയി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 2s are 10, 5 3s are 15. ഇതിനെ കോമൺ ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ LCM എത്രയാണ് വരിക? 5 2s are 10, 10 3s are 30. അപ്പം LCM എന്ന് പറയുന്നത് 30 ആണ്. അടുത്തതായിട്ട് HCF ആണ് കാണേണ്ടത്. അപ്പോൾ HCF കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്യുക. കോമൺ ഫാക്ടർ ആയിട്ടുള്ള 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. കോമൺ ഫാക്ടർ ആയിട്ടുള്ള 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2ഉം 3ഉം വരും. അതിനും കോമൺ ഫാക്ടർ ഇല്ലാത്തതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ HCF എത്രയാണ് വരിക? 5 ആണ് വരിക. വീണ്ടും നമ്മൾ ചെയ്ത് നോക്കണ്ട. HCF 5 വരും. HCF 5 വന്നു. ഇനി ഈ LCMനെ HCFനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 30 into 5 എത്ര വരിക? 0 5s are 0, 3 5s are 15. എത്ര വരും? 150 വരും. അപ്പം രണ്ട് സംഖ്യകളുടെയും പ്രൊഡക്റ്റും അതിൻ്റെ LCMൻ്റെ പ്രൊഡക്റ്റും ഈക്വൽ ആണെന്ന് കിട്ടിയല്ലോ. 150 ആണ് രണ്ടും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ഫാക്റ്റാണ്, അത് ഓർത്ത് വെക്കുക. എല്ലാ കേസിലും അങ്ങനെയാണ് വരിക. രണ്ട് സംഖ്യകളുടെ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടിൻ്റെയും HCFൻ്റെയും LCMൻ്റെയും ഗുണനഫലത്തിന് തുല്യമാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് LCM ആൻഡ് HCF ഓഫ് ഫ്രാക്ഷൻസ് ആണ്. അതായത് റേഷണൽ നമ്പേഴ്സ്.
P/Q രൂപത്തിൽ എഴുതാൻ സാധിക്കുന്ന P/Q രൂപത്തിൽ Q not equal to 0 എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയുന്ന സംഖ്യകളുടെ എന്ത് കണ്ടുപിടിക്കാനാണ്? LCMഉം HCFും കാണുന്ന വഴിയാണ് പറയുന്നത്. ഭിന്നസംഖ്യകളുടെ HCFും LCMഉം കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരിക? LCM ആണെങ്കിൽ, അതായത് ഭിന്നസംഖ്യകളുടെ LCM ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ LCM ഓഫ് ന്യൂമറേറ്റേഴ്സ് ഡിവൈഡഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്റേഴ്സ് കണ്ടാൽ മതി. HCF ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ HCF ഓഫ് ന്യൂമറേറ്റേഴ്സ് ഡിവൈഡഡ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റേഴ്സ് കണ്ടാൽ മതി. അത് ഇത്രമാത്രം ഓർത്താൽ മതി. ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ റേഷണൽ നമ്പേഴ്സ്, അതായത് ഭിന്നസംഖ്യകളുടെ LCM ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ന്യൂമറേറ്റേഴ്സിൻ്റെ LCM ന്യൂമറേറ്ററിൽ വരും, ഡിനോമിനേറ്റേഴ്സിൻ്റെ HCF ഡിനോമിനേറ്ററിൽ വരും. HCF ആകുമ്പോൾ ന്യൂമറേറ്റേഴ്സിൻ്റെ HCF ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിൻ്റെ LCM താഴെയും വരും. കണ്ടുപിടിക്കേണ്ടത് ന്യൂമറേറ്ററിലാണ് വരിക, മറ്റേത് എന്ത് വരും? ഡിനോമിനേറ്ററിൽ വരും. അപ്പം ന്യൂമറേറ്ററിൽ വരുന്നത് ന്യൂമറേറ്ററിൻ്റെ കണ്ടുപിടിക്കണം, ഡിനോമിനേറ്ററിൽ വരുന്നത് ഡിനോമിനേറ്ററിൻ്റെ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1/3യുടെയും 2/6ൻ്റെയും LCM ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? LCM ഓഫ് 1/2 ഡിവൈഡഡ് ബൈ HCF ഓഫ് 3/6 വരും. ഇനി ഇതിൻ്റെ HCF ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ HCF ഓഫ് 1/2 ഡിവൈഡഡ് ബൈ LCM ഓഫ് 3/6 വരും. അങ്ങനെയാണ് വരിക. അതുപോലെ തന്നെ വരാവുന്ന മറ്റൊരു കേസാണ് HCF ആൻഡ് LCM ഓഫ് ഡെസിമൽ ഫ്രാക്ഷൻസ്. HCF ആൻഡ് LCM ഓഫ് ഡെസിമൽ ഫ്രാക്ഷൻസ്, അതായത് ദശാംശ സംഖ്യകളുടെ HCFും LCMും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ദശാംശ സംഖ്യകളുടെ HCFും LCMും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ദശാംശ സംഖ്യകളുടെ ഗുണനഫലം കണ്ടുപിടിക്കാൻ, ഡിവിഷൻ കണ്ടുപിടിക്കാനൊക്കെ എന്താണ് ചെയ്യുന്നത്? ആദ്യം അതിൻ്റെ ദശാംശം ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? എത്ര ദശാംശത്തിന് ശേഷം എത്ര സംഖ്യകളുണ്ടോ അത്രയും ഉള്ളൊരു 10ൻ്റെ മൾട്ടിപ്പിൾ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ദശാംശ ബിന്ദുവൊക്കെ ഒഴിവാക്കിയതിന് ശേഷം അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ കാണും. അതുപോലെ തന്നെയാണ് ദശാംശ സംഖ്യകളുടെ HCF LCMും കണ്ടുപിടിക്കേണ്ടത്. ആദ്യം അതിനെ കൂടുതൽ ദശാംശത്തിന് ശേഷം എത്ര സംഖ്യകൾ വരുന്നുണ്ട്, അത് കൂടുതൽ ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ദശാംശ ബിന്ദു കളയണം. അതിനുശേഷം അതിൻ്റെ HCF LCMും കണ്ടുപിടിക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പൊതുവേ എക്സാംസിനൊന്നും ക്വസ്റ്റ്യൻസ് വരാറില്ല. നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കുമ്പോൾ വരികയാണെങ്കിൽ അത് എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. പിന്നെയുള്ളത് കോപ്രൈംസ് ആണ്. നമ്മൾ നമ്പേഴ്സിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് കോപ്രൈംസ് എന്താണെന്നുള്ളത്. അതായത് രണ്ടോ അതിൽ കൂടുതലോ സംഖ്യകൾക്ക് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 മാത്രമാണെങ്കിൽ ആ സംഖ്യകളെ നമ്മൾ കോപ്രൈംസ് എന്നാണ് വിളിക്കുക. ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 മാത്രമാണെങ്കിൽ അതിനെ കോപ്രൈംസ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പം 5, 7 ഈ രണ്ട് സംഖ്യകളുടെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്താണ് വരിക? 5നെയും 7നെയും നമുക്ക് 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടർ ഇല്ല, കാരണം അത് ഭാജ്യസംഖ്യകളാണ്, അഭാജ്യ സംഖ്യകളാണ്, പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതിന് കോമൺ ഫാക്ടർ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ 5നെയും 7നെയും നമുക്ക് കോപ്രൈംസ് എന്ന് വിളിക്കാം. പക്ഷെ ആ സംഖ്യകൾ രണ്ടും പ്രൈം ആയിരിക്കണം എന്നൊന്നുമില്ല. ഇപ്പം 9ഉം 7ഉം എടുത്താൽ ഇതിൻ്റെ HCFും 1 തന്നെയാണ്. കോമൺ ഫാക്ടർ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. പക്ഷേ ഇത് രണ്ടും പ്രൈം നമ്പേഴ്സ് അല്ല, 7 മാത്രമാണ് പ്രൈം നമ്പർ. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം ആ സംഖ്യയും മാത്രം ഘടകങ്ങളായിട്ടുള്ള സംഖ്യയാണ്. 9 എന്ന് പറയുന്നത് 1ഉം 9ഉം അതുകൂടാതെ 3യും ഉണ്ട് അതിൻ്റെ ഫാക്ടറായിട്ട്. അതുകൊണ്ട് 9 പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ അല്ല. പക്ഷേ ഇവിടെ 7ഉം 9ഉം വരുമ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 വരുന്നതുകൊണ്ട് 9ഉം 7ഉം എന്ത് കോപ്രൈംസ് ആണെന്ന് പറയാം നമുക്ക്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് LCMൻ്റെ HCFൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ആവശ്യമുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.